തിരഞ്ഞെടുത്ത പ്രധാന തീം സമൃദ്ധ ഭാരത് എന്നതാണ്. അതിലെ ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയോൺമെന്റ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഒരാശയമാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. സ്മാർട്ട് അഗ്രികൾച്ചർ സിസ്റ്റം എന്നതാണ് നമ്മുടെ പ്രോജക്റ്റ്. നമുക്കറിയാം, കേരളത്തിലെ ഇന്നത്തെ പുതുതലമുറ നാടും വീടും കുലത്തൊഴിലും ഉപേക്ഷിച്ച് ജീവിത സുഖങ്ങൾക്കായും വലിയ ശമ്പളത്തിനുമായും വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണ്. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ആഹാരത്തിനായി അന്യ സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. യുവതലമുറയെ മറ്റ് തൊഴിലിനോടൊപ്പം തന്നെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന ഒരാശയമാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. സ്മാർട്ട് അഗ്രികൾച്ചർ സിസ്റ്റം. ഇതുവഴി നമുക്ക് നേരിട്ട് കൃഷിയിടങ്ങളിൽ പോകാതെ ടെക്നോളജിയുടെ സഹായത്തോടെ നമുക്ക് കൃഷി ഇറക്കാം. അതുപോലെ മണ്ണിനെയും പ്രകൃതിയെയും ജലത്തെയും സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു സുസ്ഥിര കൃഷിരീതിയാണ് ഞങ്ങളിവിടെ വിഭാവനം ചെയ്യുന്നത്. ഇതുവഴി വിപണിയിൽ മൂല്യമുള്ള വിഭവങ്ങൾ ലാഭകരമായും ഗുണപരമായും ഉൽപ്പാദിപ്പിക്കുന്നതിനും വിപണിയിൽ എത്തിക്കാനും അതോടൊപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി വിപണിയിൽ എത്തിച്ച് ഒരു വൻകിട ബിസിനസ്സായി മാറ്റാൻ കഴിയും. ഇനി ഞങ്ങളുടെ അഗ്രികൾച്ചർ സിസ്റ്റത്തിലൂടെ കടന്നു പോകാം. നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കാറുണ്ട്, ഇലക്ട്രിക് ഫെൻസ് തട്ടി മൃഗങ്ങൾ ചത്തുപോകുന്നതും മനുഷ്യർക്ക് അപകടം പറ്റുന്നതൊക്കെ. എന്നാൽ ഞങ്ങളിവിടെ സെൻസർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഓട്ടോമാറ്റിക് ഇലക്ട്രിക് ഫെൻസ് ആണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന് സമീപം മൃഗങ്ങളോ മനുഷ്യരോ അടുക്കുമ്പോൾ തന്നെ ഇതുപോലത്തെ ഒരു ബസർ സൗണ്ട് കേൾക്കും. അപ്പോൾ അവർ തിരിഞ്ഞു പോവുകയും ചെയ്യും. അതോടൊപ്പം നമുക്ക് ഈ കൃഷി സ്ഥലവും അതിക്രമിച്ച് കടക്കുന്നവരെയും ഒരുപോലെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മളൊരു സെമി ഓട്ടോമാറ്റിക് സ്കെയർക്രോ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഒരു ഗിയർ മോട്ടോർ കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. പണ്ട് കാലത്തുള്ള ആൾക്കാർ ഇതിനൊക്കെ കൃഷിയിടങ്ങൾക്കൊക്കെ കാലിരുന്നാലും സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴുള്ള ആൾക്കാർക്കൊന്നും അതിനൊട്ടും സമയമില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു സെമി ഓട്ടോമാറ്റിക് സ്കെയർക്രോ പഠിപ്പിച്ചിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്കിതിനെ ഓട്ടോമാറ്റിക്കായി പ്രവർത്തിപ്പിക്കാം. ഗിയർ മോട്ടോറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിനെ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനും അതോടൊപ്പം ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനും സാധിക്കും. ഇനി നമുക്ക് മോഡേൺ അഗ്രികൾച്ചർ രീതിയിലോട്ട് പോവാം. ഇതാണ് ഗ്രീൻ ഹൗസ്. ഇതിനകത്ത് ഘടിപ്പിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇങ്ങോട്ട് വെച്ചിരിക്കുന്നത്. ഇതാണ് DHT സെൻസർ, ഡിജിറ്റൽ ഹ്യൂമിഡിറ്റി ആൻഡ് ടെമ്പറേച്ചർ സെൻസർ ആണ്. ഇത് ഈ ഗ്രീൻ ഹൗസിനകത്തുള്ള ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഒക്കെ അളന്ന് ഇവിടെ LCD ഡിസ്പ്ലേയിൽ കാണിക്കുന്നു. അതുപോലെ ഞങ്ങളിവിടെ ഒരു കൂളിംഗ് ഫാൻ കൂടെ വെച്ചിട്ടുണ്ട്. ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ് കൂടുന്ന സമയത്ത് ഈ കൂളിംഗ് ഫാൻ കറങ്ങുകയും ചെയ്യും. ഇതാണ് LDR സെൻസർ, ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ. LDR പ്രകാശത്തിന്റെ അളവ് തിരിച്ചറിഞ്ഞ് രാത്രിയാണോ പകലാണോ എന്ന് തിരിച്ചറിയുന്നു. അപ്പോൾ ഇത് നൽകുന്ന വിവരം അനുസരിച്ച് രാത്രിയാകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി കത്തുകയും രാവിലെ ആകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി അണയുകയും ചെയ്യുന്നു. ഇതാണ് സോയിൽ മോയ്സ്ചർ സെൻസർ. ഇത് മണ്ണിലെ ജലാംശം അളക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ടിഷ്യൂ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് വെറ്റ് ടിഷ്യൂ ആണ്. സോയിലിന് പകരമാണ് നമ്മൾ ഈ വെറ്റ് ടിഷ്യൂ യൂസ് ചെയ്യുന്നത്. ഈ മണ്ണിലെ ജലാംശത്തിന്റെ അളവ് ഇവിടെ LCD ഡിസ്പ്ലേയിൽ കാണിക്കുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത് സോയിൽ മോയ്സ്ചർ ലെവൽ 58 ആണ്. ഇനി നമുക്കൊരു ഡ്രൈ ടിഷ്യൂ വെച്ച് നോക്കാം. നമുക്ക് നോക്കാം LCD ഡിസ്പ്ലേയിൽ എന്താണ് കാണിക്കുന്നതെന്ന്. ഇപ്പോൾ സോയിൽ മോയ്സ്ചർ ലെവൽ 0% ആണ് കാണിക്കുന്നത്. അപ്പം പിന്നെ നമ്മളിവിടെ ഒരു മഴവെള്ള സംഭരണി കൂടി വെച്ചിട്ടുണ്ട്. മഴ പെയ്യുമ്പം ഇതിൽ വെള്ളം നിറയും. അപ്പോൾ നമുക്ക് സോയിൽ മോയ്സ്ചർ വഴി മണ്ണിലെ ജലാംശം കുറവാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ചെടികൾക്ക് കൊടുക്കാം. പക്ഷെ ഞങ്ങളിവിടെ മാനുവലി ആണ് ചെയ്യുന്നത്. ഇതാണ് റെയിൻ സെൻസർ. മഴയുടെ സാന്നിധ്യം മനസ്സിലാക്കി ഇത് നമുക്ക് മഴ പെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി LCD ഡിസ്പ്ലേയിൽ കാണിക്കാനും അതുപോലെ ദൂരെയുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇവിടെ മഴ പെയ്യുകയാണെന്നും കാലാവസ്ഥ അറിയാൻ വേണ്ടിയാണ് നമ്മളിത് കാണിക്കുന്നത്. നമുക്ക് LCD ഡിസ്പ്ലേയിൽ മഴ പെയ്യുന്നുണ്ടെന്ന് കാണിക്കും. ഇപ്പം ഇവിടെ നമുക്ക് ഡേ റെയിൻ എന്ന് കാണുന്നുണ്ട്. ഇനി നമുക്കിത് തുടച്ചു നോക്കാം. അപ്പം എന്താണ് പറ്റുന്നതെന്ന് കാണാം. ഡേ നോ റെയിൻ എന്ന് നമുക്കിവിടെ കാണുന്നുണ്ട്. ഇനി ഈ ഒരു പ്രോജക്റ്റിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് മൈക്രോ കൺട്രോളർ ആണ്. ഇത് ഇതിനകത്തുള്ള സെൻസേഴ്സ്, ആക്ടുവേറ്റേഴ്സ്, ഡാറ്റ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നു.
ഇത് തന്നെ ഡാറ്റ പ്രോസസ് ചെയ്ത് നമ്മളോട് എന്ത് വേണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതിനെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് ധാരാളം കാര്യങ്ങളാക്കി മാറ്റാവുന്നതാണ്. അതിലൊന്നാണ് നമുക്ക് ഒരു ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ കാര്യം ഘടിപ്പിക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് തടയിൽ കെട്ടി നിൽക്കുന്ന വെള്ളം എന്ത് ചെയ്യാം, നമുക്ക് ഇതുപോലെ ശേഖരിച്ച് വീണ്ടും അത് പ്യൂരിഫൈ ചെയ്ത് വെള്ളം ഒട്ടും കിട്ടാത്ത പ്രദേശങ്ങളിലൊക്കെ അത് വീണ്ടും പ്യൂരിഫൈ ചെയ്ത് നമുക്ക് വീണ്ടും അതിൽ ചെടികൾക്ക് തന്നെ വീണ്ടും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ സോയിൽ മോയ്സ്ചർ വഴി മണ്ണിലെ ജലാംശം കുറവാണെങ്കിൽ ഈ വാട്ടർ പമ്പ് നമുക്ക് ഓട്ടോമാറ്റിക്കലി ചെടികൾക്ക് വെള്ളം കൊടുക്കാവുന്നതാണ്. ഈ പ്രോജക്റ്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഗ്രീൻ ഹൗസ്. ഈ മാറുന്ന കാലാവസ്ഥയിലും കൃഷി എളുപ്പമാക്കാൻ ഇത് നമ്മെ സഹായിക്കുന്നു. ഈ ഗ്രീൻ ഹൗസിലൂടെ നമുക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. അതിലൊന്നാണ് കൂടുതൽ വരുമാനം. നമുക്ക് വർഷം മുഴുവൻ കൃഷി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വരുമാനം കിട്ടും. ഈ ഗ്രീൻ ഹൗസിനകത്ത് നമ്മൾ വിപണിയിൽ മൂല്യമുള്ള കൃഷികളാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഏത് കൃഷിയാണോ ചെയ്യേണ്ടത് അതിൻ്റെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഒക്കെ നമുക്ക് ഈ ഗ്രീൻ ഹൗസിനകത്ത് സെറ്റ് ചെയ്ത് കൃഷി ചെയ്യാൻ പറ്റും. ജലസംരക്ഷണം, ഡ്രിപ്പ് ഇറിഗേഷൻ പോലെയുള്ള ഫെസിലിറ്റീസ് സെറ്റ് ചെയ്ത് നമുക്ക് അതുകൊണ്ട് ജലസംരക്ഷണം ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് സ്ഥലപരിമിതി മറികടക്കാം. നമ്മളുടെ വീട്ടിലുള്ള ടെറസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ സ്ഥലത്ത് വരെ ഇത് വിജയകരമായി ചെയ്യുന്നുണ്ട്. വിഷരഹിത ഉൽപാദനവും ചെയ്യാം. നമുക്കിവിടെ കീടങ്ങളൊന്നും കയറാതിരിക്കാൻ ഗ്രീൻ ഹൗസ് നമ്മളെ സഹായിക്കുന്നു.